ഹലോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓപ്പൺ ചുരിദാറിൻ്റെ കട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഈ ഒരു ക്ലോത്തിലായിരുന്നു ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നെക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ ക്യാൻവാസിനോട് ചേർത്ത് ബാക്കി നമ്മൾ കട്ട് ചെയ്ത ക്ലോത്തില്ലേ അത് ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ചെറിയ ചുളിവും കാര്യങ്ങളൊക്കെ വരും, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. കറക്റ്റ് ആ റൗണ്ട് ഷേപ്പിന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ 2 പീസും നമ്മൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇനി നമ്മുടെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ലൈനിങ് പീസില്ലേ, ആ ലൈനിങ് പീസിൻ്റെ താഴെ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് ഞാൻ ബാക്ക് പീസിൻ്റെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് ആണ് ക്യാൻവാസ് വരുന്നത്. ഇതൊരിക്കലും മെയിൻ ക്ലോത്തിലേക്ക് ടച്ച് ആവുകയില്ല. അപ്പോൾ ഇതേ മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ നെക്ക് ചെയ്യാമെന്ന് നോക്കാം. ഫ്രണ്ട് നെക്ക് ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത്. ഫസ്റ്റ് ലൈനിങ് പീസും അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മെയിൻ ക്ലോത്തും വെച്ചിട്ട് ഇതേപോലെ പിൻ ചെയ്തൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക, നീങ്ങി പോകാതിരിക്കും. ഇത് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ പോർഷന് കറക്റ്റാണോ എന്ന് നോക്കുക. ഇനി നമ്മുടെ ക്യാൻവാസിൽ വെട്ടിവെച്ച നെക്കില്ലേ, ഈ നെക്കും ഇതിൻ്റെ സെൻറ്ററിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. 3ൻ്റെയും സെൻറ്റർ പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ, അല്ലെങ്കിൽ നെക്ക് ഒരു സൈഡിലേക്ക് നീങ്ങി പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് കറക്റ്റ് ഇതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആ സ്റ്റിച്ച് ക്യാൻവാസിൽ ചേരാൻ പാടില്ല. അത് ക്ലോത്തിലാണ് സ്റ്റിച്ച് വീഴേണ്ടത്. കറക്റ്റ് ആ ഒരു ഷേപ്പിന് വേണം ചെയ്തെടുക്കാൻ കേട്ടോ. ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടാവും. ഫസ്റ്റ് ഇതൊന്ന് 3 ക്ലോത്ത് അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ടാപ്പ് വെച്ചിട്ട് സെൻറ്റർ ഒന്ന് കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്താം കേട്ടോ. അതിനുശേഷം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അരികെ. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് തയ്യൽ തുമ്പ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയ ഇങ്ങനെ കട്ടിങ്സ് കൊടുക്കുന്നുണ്ട്. ആ ഷേപ്പ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ അത് സ്റ്റിച്ചിൽ തട്ടാതെ കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതേപോലെ ഇത് നിവർത്തി വെച്ചിട്ട് ഈ പീസ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ ലൈനിങ്ങിലേക്ക് വരണം. നമ്മുടെ ക്യാൻവാസിൻ്റെ എക്സ്ട്രാ വരുന്ന പീസ് ലൈനിങ്ങിലേക്ക് വരണം. എന്നിട്ട് ഈ അരികിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അത് ആ ഒരു ഷേപ്പിൽ വരണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് മാറിപ്പോവല്ലോ. അപ്പോൾ അതിന് ശേഷം ഇതേപോലെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തുകൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നേരത്തെ അരികിലായിരുന്നു സ്റ്റിച്ച് ചെയ്തത് ഉള്ളിലേക്ക്, ഇനി പുറത്തേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്നുകൂടെ കറക്റ്റായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് പിടിക്കുമ്പോൾ ആ ഒരു ഷേപ്പ് റെഡി അല്ലാന്ന് തോന്നുമെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇതേപോലെ. അപ്പോൾ നെക്കിൻ്റെ സ്റ്റിച്ചിങ് ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മെയിൻ ക്ലോത്ത് ഇതേപോലെ നല്ല വശം മുകളിലായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് അടുത്ത പീസ് ബാക്ക് പീസ് ഇതിൻ്റെ നല്ല വശം ചേരുന്ന രീതിയിൽ വെക്കുക. ഇങ്ങനെ വെച്ച ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക, ബാക്ക് പീസിൻ്റെ ലൈനിങ് ഇല്ലേ, ഈ ഒരു ലൈനിങ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട് പീസിനെ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എപ്പോഴും മുകളിൽ ബാക്ക് പീസായിട്ട് എടുക്കുക കേട്ടോ. അതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് വെച്ച് കൊടുക്കുക ഷോൾഡർ. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 ലൈനിങ് പീസും അതേപോലെ 2 മെയിൻ ക്ലോത്തും അടുപ്പിച്ച് വരുന്ന രീതിയിലാണ് ഇങ്ങനെ പിടിക്കുമ്പോൾ ഉണ്ടാവുക. പിന്നെ നമ്മളിത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഷോൾഡറിന് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിന് വേണമെങ്കിൽ നിങ്ങൾക്കിത് ലോക്ക് ചെയ്തെടുക്കാം. ഷോൾഡർ ലോക്കിങ് ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നിവർത്തുമ്പോൾ കണ്ടോ, ഇതേപോലെയാണ് ഉണ്ടാവുക. 2 സൈഡിലും ഷോൾഡറിൻ്റെ തുമ്പൊന്നും കാണില്ല, നമ്മൾ ജോയിൻ ചെയ്ത തുമ്പ് കാണില്ല കേട്ടോ. ഇനി നേരത്തെ നമ്മൾ ബാക്ക് പീസ് ഫ്രണ്ട് പീസിനെ കവർ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഈ ഒരു തയ്യൽ തുമ്പ് നമ്മുടെ ബാക്കിലോട്ടാണ് പോവേണ്ടത്. അതേ സ്ഥാനത്ത് ഫ്രണ്ടിൽ വെച്ച് ചെയ്താൽ ആ തയ്യൽ തുമ്പ് ഫ്രണ്ടിലേക്ക് വരും. അങ്ങനെ വന്നാൽ അതൊരു മിസ്റ്റേക്കായിട്ട് മാറും. അപ്പോൾ അത് ബാക്കിലേക്ക് വരാൻ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ ലൈനിങ് പീസും മെയിൻ ക്ലോത്തും തമ്മിൽ ഫുള്ളായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. സൈഡുകളൊക്കെ കറക്റ്റായിട്ട് ജോയിൻ ചെയ്യുക. ഇനി നമ്മുടെ സ്ലീവിൻ്റെ താഴെ ഭാഗം ഇതേപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പ് മടക്കാൻ വേണ്ടിയിട്ട് ഇട്ടത്, ആ ഒരു തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ.
രണ്ട് സ്ലീവ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിൽ നിന്ന്, അതായത് ക്ലോത്തിൻ്റെ നല്ല വശത്തു നിന്ന് ഒരു പ്രസ് അടിപ്പ് കൂടെ കൊടുക്കുക. ഇനി നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ സ്ലീവ് നമ്മൾ നോക്കുക, ഫ്രണ്ട് കുഴിച്ച് വെട്ടിയതും ബാക്കും ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് നോക്കുക. അപ്പോൾ ഇതിൻ്റെ പീസല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത സ്ലീവ് എടുക്കുക. കാരണം നമ്മൾ ഫ്രണ്ടിലെ ബോഡി പാർട്ടിൻ്റെ കുഴിച്ചതും നമ്മൾ സ്ലീവിൽ കുഴിച്ചതും രണ്ടും ഫ്രണ്ടിലേക്ക് വരണം, മാറിപ്പോവാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ കറക്റ്റായിട്ട് വെക്കുക. ഇതിൻ്റെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് കറക്റ്റായിട്ട് സെൻറ്റർ വെച്ച ശേഷം ബാക്ക് ഫ്രണ്ടും ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ശേഷം ഈ ഒരു ടൈമിന് ഇവിടെ നമുക്ക് ലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ലോക്കൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്ലീവ് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് കറക്റ്റ് സൈഡൊക്കെ കറക്റ്റായിട്ടൊന്ന് വെച്ച് നോക്കുക. ഇങ്ങനെ വെച്ചിട്ട് താഴെ വരെ നമ്മളിത് കറക്റ്റായിട്ട് പിടിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത സമയത്ത് ഓപ്പൺ വരുന്ന ഭാഗത്തൊരു നോച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നോച്ച് രണ്ട് ലൈനിങ് ക്ലോത്തും രണ്ട് മെയിൻ ക്ലോത്തിലും ആ നോച്ച് കറക്റ്റായിട്ടാണോ വരുന്നതെന്ന് നോക്കുക. കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഓപ്പൺ ചുരിദാർ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതാട്ടോ, ഇതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഓപ്പൺ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തത് ആ ഒരു തയ്യൽ തുമ്പ് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ 1 ഇഞ്ചായിരുന്നു കൊടുത്തത്. ആ 1 ഇഞ്ച് ഇതേപോലെ കറക്റ്റ് അളന്നിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്ലീവ് തൊട്ട് നമ്മൾ സൈഡൊക്കെ കറക്റ്റായിട്ടൊന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ഈ സ്ലിറ്റിൻ്റെ നമ്മൾ ഈ മാർക്ക് ചെയ്തില്ലേ, ആ മാർക്ക് ചെയ്ത പോയിന്റിൽ കറക്റ്റായിട്ട് നമ്മുടെ സ്റ്റിച്ച് അവസാനിപ്പിക്കുക കേട്ടോ. അവസാനിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ലപോലെ കെട്ടിട്ട് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഓപ്പൺ ചിലപ്പോൾ തുറന്നു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഇതിൻ്റെ സൈഡിലൂടെ മറ്റൊരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്ന സമയത്തും ഈ രണ്ടാമത്തെ സ്റ്റിച്ചും അവസാനിക്കുന്നത് നമ്മുടെ ഓപ്പണിൻ്റെ ഫസ്റ്റ് ഇട്ട് കൊടുത്ത ആ കെട്ടിലാട്ടോ. രണ്ടും ഒരേ സ്ഥലത്തായിരിക്കും അവസാനിക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓപ്പൺ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഓപ്പൺ ഇതേപോലെ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ ഈ ഓപ്പണിൻ്റെ കറക്റ്റ് ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ എടുത്ത തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് വേണം നമ്മുടെ ഫോൾഡിങ് വരാൻ. എന്നിട്ട് ഇവിടെ ഒരു സ്ക്വയർ പോലെ ചെയ്തിട്ട് ഇപ്പുറത്തെ ഭാഗവും മടക്കി കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ ചതുരം പോലെ ഞാൻ എടുത്തിരുന്നു, അത് കാണിക്കാൻ വീഡിയോയിൽ കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ ആദ്യം നമ്മൾ ബാക്ക് വശത്തേക്കല്ലേ ഫോൾഡ് ചെയ്തത്. ഇനി ഇതിൻ്റെ നല്ല വശം എടുക്കുക, അതായത് ക്ലോത്തിൻ്റെ നല്ല വശം. ഈ നല്ല വശത്തൂടെ നമ്മൾ പ്രസ് അടിപ്പ് കൊടുക്കുക. ഇതൊരിക്കലും ബാക്ക് വശത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഈ പ്രസ് അടിപ്പ് ഈ കോണിൽ എത്തുന്ന സമയത്ത് ഈ കോണിലേക്ക് കറക്റ്റ് കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് സൂചി കുത്തി പിടിച്ചിട്ട് നേരെ നമ്മൾ തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ വീനക്കൊക്കെ ചെയ്യുന്ന പോലെ ആ വി ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാനാണ്. കെട്ടിട്ടിട്ട് താഴെ വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. രണ്ട് വശത്തും ഓപ്പൺ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം താഴെ ഭാഗം ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. നമ്മൾ ഓപ്പൺ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കറക്റ്റ് സൈഡിലൂടെ നമ്മൾ ഒരു പ്രസ് അടിപ്പ് കൂടെ കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഓപ്പൺ കറക്റ്റായിട്ട് പിടിച്ചിട്ട് രണ്ട് സൈഡിലെ ഓപ്പൺ കറക്റ്റായിട്ട് പിടിക്കുക. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ എടുത്ത ഭാഗമല്ലേ, ആ ഭാഗത്ത് എത്രയാണോ ലെങ്ത്ത് ആ ലെങ്ത്ത് കറക്റ്റ് ആണോ എന്ന് ഇപ്പുറത്ത് ചെക്ക് ചെയ്തിട്ട് ഫോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വശം ഇറങ്ങിയും കയറിയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.